എസ് എൻ രവീന്ദ്രൻ നായർ ഈ തോമസ് ഐസക്കിന്റെ പോസ്റ്റ് അതിന്റെ ശരിതെറ്റുകൾ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്, എതിർത്തും അനുകൂലിച്ചുമൊക്കെ. പക്ഷേ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള ഫെയറിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് വലിയ തോതിൽ മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് വലുത് നൽകേണ്ട സാഹചര്യം തന്നെയുള്ളത്. ഇത്തരത്തിലൊരു അവഗണന, ഈ പറഞ്ഞതുപോലെ ഫ്ലൈറ്റുകളുടെ എണ്ണം കുറവ്, സർവീസ് സീറ്റുകളുടെ എണ്ണം കുറവ്, ഇതൊക്കെ വരുന്നത് കാലാകാലങ്ങളായി ഈ എയർപോർട്ടിനോട് ആര് സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമായാണെന്നാണ് താങ്കൾ കരുതുന്നത്. ഐസക്കിൻ്റെ ഈ വിഷയത്തിലുള്ള സമീപനത്തോട് താങ്കൾ പ്രത്യേകിച്ചും കാണുന്ന കാര്യം എന്താണ്? എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കാലാകാലങ്ങളായിട്ട് 1932 വന്ന എയർപോർട്ടാണ്. എനിക്കൊന്ന് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പം സിറ്റിയുടെ നടുക്ക് വരുന്ന, സിറ്റിക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു എയർപോർട്ട് എനിക്കൊന്ന് തിരുവനന്തപുരം എയർപോർട്ടാണ്. പിന്നെ പൈലറ്റ്സിന്റെ ഇടയ്ക്ക് തന്നെ ഒരു പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സേഫസ്റ്റ് എയർപോർട്ട്, ബിക്കോസ് അത് കടലിലാണ് ലാൻഡിങ്ങും അതിന്റെ ടേക്ക് ഓഫ് ഒക്കെ വരുന്നത്. ആ ബേസിസിലാണ് സേഫ്റ്റി ഓഫ് ദ എയർപോർട്ടും കൂടെ പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, തിരുവനന്തപുരം എയർപോർട്ട് ആ കാലത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 628 ഏക്കറേ ഉള്ളൂ. ഈ 627 ഏക്കറിൻ്റെ അകത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനുള്ള സർവീസസും ഫെസിലിറ്റീസും കൂട്ടേണ്ടത് അവിടുന്നാണ്. പക്ഷെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നമ്മൾ കാണുമ്പം അത് കാലാകാലം ഞാൻ പറയുന്ന കാര്യമാണ്. തിരുവനന്തപുരത്തുള്ള ഒരു തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റൽ സിറ്റി, തലസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കാലത്തും നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു നമ്മളെ ഈ മഹാരാജാവിന്റെ കാലം കഴിഞ്ഞ ശേഷം ചുരുക്കം കുറച്ച് രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരും മാത്രം തിരുവനന്തപുരത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. പലപ്പോഴും ഈ വന്നിരിക്കുന്ന നമ്മൾ കാണുമ്പോൾ തന്നെ തിരുവനന്തപുരം നമ്മൾ നോക്കിയാൽ ഇപ്പൊ UDF ഗവൺമെന്റ് വന്ന UDF ഗവൺമെന്റിന്റെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി എപ്പോഴും നോക്കുമ്പം അതിന്റെ ഘടകകക്ഷികളായതുകൊണ്ട് അത് കോട്ടയം, പാല, അല്ലെങ്കിൽ കൊച്ചി, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മലപ്പുറം, അല്ലെങ്കിൽ കോഴിക്കോട്, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പോകുന്നത്. നമുക്കിപ്പോ അവർക്കൊന്നും പ്രാധാന്യം കൊടുത്തിട്ടുള്ള പരാതിയൊന്നും നമുക്കില്ല. പക്ഷെ തലസ്ഥാനം എന്നുള്ള സ്ഥലത്തിന് ഒരിക്കലും നമുക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല. LDF വന്നാലോ അതേ സ്ഥിതിയാണ്. അത് കണ്ണൂരോ അല്ലെങ്കിൽ വന്നിരിക്കുന്ന വയനാടോ അല്ലെങ്കിൽ കണ്ണൂരോ അല്ലെങ്കിൽ തൃശ്ശൂരോ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, പാലക്കാട്ടൊക്കെ. നമ്മളെ ഭാഗത്ത് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ തോമസ് ഐസക് സാറ് ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാള് തിരുവനന്തപുരത്തിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള ഏത് രീതിയിലും അദ്ദേഹം മുന്നോട്ട് വന്ന തലസ്ഥാന നഗരം എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടേരെ, നമുക്ക് ഇത് തിരുവനന്തപുരം പറഞ്ഞ് വിടുക, തലസ്ഥാന നഗരത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പം ഈ എയർപോർട്ടിന്റെ കാര്യത്തിൽ അദ്ദേഹം കണ്ടോണ്ടിരിക്കുകയായിരുന്നുള്ള എയർപോർട്ട് കാലാകാലങ്ങളായിട്ട് എയർപോർട്ട് ഓരോ വർഷം തോറും ക്ഷയിച്ച് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ ഇവിടുത്തെ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന നേരത്തെ എയർപോർട്ട് അതോറിറ്റിയിലെ തൊഴിലാളികളുണ്ടായിരുന്നു. ആ തൊഴിലാളികളുടെ റിയാക്ഷൻ നമ്മൾ കാണുമ്പോൾ ഇപ്പൊ പ്രൈവറ്റൈസേഷൻ ലോട്ട് കയറുമ്പം അവർ എന്ത് ബഹളമായിരുന്നു വന്നത്. അവർ എല്ലാവരും ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ഈ എയർപോർട്ടിന്റെ ഫ്ലൈറ്റിന്റെ എണ്ണം കുറഞ്ഞപ്പോൾ അവർ ബഹളം ഉണ്ടാക്കിയിട്ടില്ല, സത്യാഗ്രഹം കിടന്നിട്ടില്ല. അപ്പം എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്യാൻ ചെന്നപ്പോൾ കോടതി പോകുന്നു, സത്യാഗ്രഹം കിടക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്രയും നാൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അപ്പൊ ഇത് എന്തുകൊണ്ട് പ്രൈവറ്റൈസേഷൻ സ്റ്റേജിലോട്ട് പോയി? കാരണം ബിസിനസ് കമ്മ്യൂണിറ്റി ബാക്കി എല്ലാവർക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലും പല രീതിയിലും സ്വാധീനം ചേർത്തുകൊണ്ടാണ് ഇത് പ്രൈവറ്റൈസേഷൻ വന്നത്. അപ്പൊ നമുക്കൊരു ലെഗസി പ്രോബ്ലം ഉണ്ട്. ഈ ലെഗസി എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ഈ ലെഗസി പ്രോബ്ലം ആണ് ഇന്ന് അദാനി ഏറ്റെടുത്തിരിക്കുന്നത്. കാര്യം ഈ എയർപോർട്ട് ഒരു രീതിയിൽ എയർപോർട്ട് അതോറിറ്റി മാർക്കറ്റ് ചെയ്തിട്ടില്ല, ഇതിന് പുതിയ എയർലൈൻസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാ സർക്കാരും, അത് സംസ്ഥാന സർക്കാർ, UDF ആവട്ടെ LDF ആവട്ടെ, എല്ലാവരെയും കൂടുതൽ ശ്രദ്ധ കൊച്ചിൻ എയർപോർട്ടിലോട്ട് മാറി. കാര്യം കൊച്ചിൻ എയർപോർട്ട് ഒരു സർക്കാർ എയർപോർട്ടാണെന്ന് പറഞ്ഞാൽ പോലും കൊച്ചിൻ എയർപോർട്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ടോട്ടലി അതിന് മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രൈവറ്റ് സെക്ടറാണ്. അത് ഒരു PPP എയർപോർട്ട് ആണെങ്കിൽ പോലും ഗവൺമെന്റ് ഹോൾഡിംഗ് ഭയങ്കര കുറവാണ്. അപ്പൊ എന്നിട്ട് പോലും കൊച്ചിൻ എയർപോർട്ടിനുള്ള കിട്ടിയ അവർക്ക് ഒരു പ്രൈവറ്റൈസേഷൻ PPP മോഡൽ ആയതുകൊണ്ട് അവർക്ക് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. അപ്പൊ അവർക്ക് പല കൺസെഷൻസ് കൊടുക്കാം, ഫീയിലെ കൺസെഷൻ കൊടുക്കാം, പാർക്കിംഗ് ഫീയിലെ കൺസെഷൻ കൊടുക്കാം, പുതിയ എയർലൈൻസ് വരുമ്പം അവർക്കായിട്ടുള്ള ഫെസിലിറ്റീസ് കൂടുതൽ കൊടുക്കാം. അപ്പൊ അത് കാലാകാലങ്ങളായിട്ട് അവർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുമ്പം കൊച്ചിൻ എയർപോർട്ട് നമ്മളെക്കാളും 10 വർഷം മുന്നേ ആയി. ഫാർ ahead than us by 10 years. കാരണം വി ലോസ്റ്റ് റേസ്. നമ്മൾ ലൂസ് ചെയ്ത കാരണം എന്താണ്? നമ്മളെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അന്ന് ഇപ്പൊ അദാനി എടുക്കുന്ന വരെയുള്ള പൊളിറ്റിക്കൽ ഈ എയർപോർട്ടിന് ഗവൺമെന്റ് എയർപോർട്ടാണ്, അത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും എയർപോർട്ട് അതോറിറ്റിയാണ്. ഇവരാരും ഇതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. നമ്മളിവിടെ ആരും പോയി കരയാനും പിടിക്കാനൊന്നും ആരും അങ്ങോട്ട് പോയിട്ടുമില്ല. നമ്മളെല്ലാം നെഗ്ലക്ട് ചെയ്ത് നമുക്ക് തിരുവനന്തപുരത്ത് നെഗ്ലക്ട് ചെയ്ത് അതിന്റെ ഒരു തലസ്ഥാനം അല്ലാത്ത രീതി ആക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ ഈ ഇരിക്കുന്ന ചേംബർ ഓഫ് കോമേഴ്സും നമ്മളിരിക്കുന്ന പല ഓർഗനൈസേഷൻസ്, ട്രാൻഡും ട്രാൻഡ് അജണ്ട എല്ലാം ഒരുമിച്ച് വന്നിട്ടാണ് നമ്മൾ ഇതിനെ ടേക്കപ്പ് ചെയ്ത്. ഇതിന് നമുക്ക് ഗോഡ് ഫാദേഴ്സ് ഇല്ല.
നമുക്കൊരു ഗോഡ് ഫാദറും തിരുവനന്തപുരത്ത് ഇല്ല. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മളെ പോലെ ഈ ശ്രീജിത്തും നമ്മളെ പോലെ എല്ലാവരും ഉള്ള ആൾക്കാർ തിരുവനന്തപുരം താമസിക്കുന്നത് നമ്മളൊക്കെയാണ് ഗോഡ് ഫാദേഴ്സ്. കാരണം നമ്മളിവിടെ പറയുന്നത് നമുക്ക് ട്രാൻസിറ്റ് ബാക്കിയുള്ള സ്ഥലത്ത് തളം താഴ്ത്തിയിട്ട് നമുക്കൊരു പ്രയോറിറ്റി തരാനല്ല പറയുന്നത്. തലസ്ഥാനം നഗരം എന്ന് പറയുന്ന സാധനത്തിന് ക്യാപിറ്റൽ സിറ്റിക്ക് അതിനായിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കണം. സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ ആണ് നമ്മൾ. ആക്ച്വലി നമ്മുടെ റീജിയൻ ഏതാണ്? നമ്മൾ ഇവിടുന്നുള്ള ആക്ച്വലി ഈ എയർപോർട്ടിന് 40% പാസഞ്ചർ മൈഗ്രേഷൻ ആണ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള എയർപോർട്ടിലേക്ക്, മേ ബി ഈവൻ ടു മധുരയോ തൂത്തുക്കുടി. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് 40% മൈഗ്രേഷൻ വരാനുള്ള കാരണം എന്താണ്? നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ നമ്പർ ഓഫ് എയർക്രാഫ്റ്റ് എയർലൈൻസിന്റെ കുറഞ്ഞു, സീറ്റിന്റെ എണ്ണം കുറഞ്ഞു, ഫെയർ കൂടി.